നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പ്രതികളായ ഫസൽ വധക്കേസിൽ ഇന്ന് ഒരു ട്വിസ്റ്റ് നടന്നു. ഫസലിന്റെ രക്തം പുരണ്ട കേസിലേറെ നിർണായകമായ തെളിവായ തൂവാല അത് കാണാതായി. എറണാകുളം CJM കോടതിയിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര വിലപ്പെട്ട തെളിവ് അപ്രത്യക്ഷമായത് എന്നതിൽ ദുരൂഹത ഉയരുകയാണ്. സീൽ ചെയ്ത കവറിൽ സൂക്ഷിച്ച തൂവാല കാണാതായ വിവരം വിസ്താരത്തിനിടെയാണ് ബോധ്യപ്പെടുന്നത്. എന്തായാലും തൂവാല കാണാനില്ല എന്നും എലി കരണ്ടതായും കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പറയും കൊച്ചിയിൽ നിന്ന് എസ് രാഗി. ഫസൽ വധക്കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഫസലിന്റെ രക്തം പുരണ്ട തൂവാലയാണത്. കൊല നടത്തിയത് RSS പ്രവർത്തകരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതികൾ ഈ തൂവാല മറ്റൊരിടത്ത് കൊണ്ടുപോയിട്ടിരുന്നു. ആ തൂവാലയാണ് കോടതിയിൽ നിന്നും കാണാതായത് എന്നതാണ് ബോധ്യമാകുന്നത്. എറണാകുളം CJM കോടതിയിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം CBI കോടതി 2 ഈ കേസിന്റെ വിസ്താരം മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് CBI ഇത് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇത് സീൽഡ് കവറിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ സീൽഡ് കവർ കൊണ്ടുവന്നപ്പോൾ അത് കണ്ടിരുന്നില്ല. അതോടൊപ്പം അതിനകത്ത് ഒരു കടലാസ് ബ്രൗൺ കവറിനകത്തായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത്. പക്ഷേ അത് കീറിയ നിലയിലാണ്. അതോടൊപ്പം തന്നെ അതിൽ രേഖപ്പെടുത്തിയതായി ബോധ്യമാകുന്നത് ടവൽ കാണുന്നില്ല, എലി കരണ്ട് കൊണ്ടുപോയി എന്നതാണ്. എന്തായാലും കോടതി അത് നോട്ട് ചെയ്തിട്ടുണ്ട്. CBI പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് റിപ്പോർട്ട് അടക്കം നൽകിയിട്ടുണ്ട് കോടതിക്ക് മുന്നിൽ. അതുകൊണ്ട് ഇത് വലിയ കനത്ത തിരിച്ചടിയാകില്ല ഈ കേസിൽ എന്നതാണ്. CBI എങ്ങനെ പറയുമ്പോഴും സ്വാഭാവികമായിട്ടും തൂവാല കാണാതായത് ഈ കേസിൽ തിരിച്ചടി തന്നെയാണ്. 2006 തലശ്ശേരിയിൽ ഫസല് കൊല്ലപ്പെടുന്നത്. ഇടത് പ്രവർത്തകനായിട്ടുള്ള ഫസല് NDF-ലേക്ക് പോയിരുന്നു. അതിന്റെ വൈരാഗ്യം നിമിത്തം കൊലപാതകം നടത്തി എന്നതാണ് കേസ്. ആദ്യം പോലീസ് അന്വേഷിച്ചു, പിന്നീടാണ് CBI ഈ കേസ് ഏറ്റെടുക്കുന്നത്. 2012 ചാർജ് ഷീറ്റ് കൊടുത്തതുമാണ്. വിസ്താരം തുടങ്ങിയിട്ട് അധിക നാൾ ആയിട്ടില്ല. ഇതിൽ കൊടിസുനിയാണ് മുഖ്യപ്രതി. അതോടൊപ്പം തന്നെ CPM നേതാവും കൂടാതെ നിയുക്ത MLA-യുമായിട്ടുള്ള കാരായി രാജൻ, അതോടൊപ്പം കാരായി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ പ്രതിപ്പട്ടികയിൽ ഉണ്ട്. അങ്ങനെ വളരെ സുപ്രധാനമായ ഒരു കേസിലാണ് ഈ പറയുന്ന തെളിവ് മിസ്സിംഗ് ആയിരിക്കുന്നത്. എന്തായാലും ഇതിൽ തുടർ നടപടികൾ എങ്ങനെയെന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. മുൻപും പല കേസുകളിലും ഇത്തരത്തിൽ തെളിവുകൾ കോടതിയിൽ നിന്നും കാണാതായി പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അഭിമന്യു കേസിൽ 11ഓളം രേഖകൾ മിസ്സിംഗ് ആയിരുന്നു. അതടക്കം വലിയ ചർച്ചയുമൊക്കെ ആയിരുന്നു. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.